ചെറിയൊരു പൈപ്പിംഗ് ഡെക്കറേഷൻ ഞാൻ നെക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതുമാത്രം പോരാ, ചെറിയൊരു യോക്ക് ഡിസൈനും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പരിപാടിയും കൂടി നോക്കാം കേട്ടോ. അടിപൊളിയായിരിക്കുള്ളൂ. സ്റ്റിച്ചിങ്ങിൽ അത്ര വലിയ പരിജ്ഞാനമൊന്നും ആവശ്യമൊന്നുമില്ല. അതേ മുകളിൽ നിന്ന് ഇതേപോലെ 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്താം. താഴേക്ക് എത്രയാണോ ആവശ്യം, ഞാനിവിടെ ഒരു 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ആ സൈഡിലേക്ക് ഒരു 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയൊരു കർവ് പോലെ ഇവിടെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാനിതിങ്ങനെ വെച്ച് നോക്കണതാണ്. നമ്മളിത് നല്ല രീതിയിൽ വരച്ചതിന് ശേഷം വേണം കേട്ടോ അടിക്കാനായിട്ട്. ഞാനെന്താണ്ട് ജംഗ്ഷനിൽ ചുരിദാർ വിരിച്ച പോലെയാണല്ലോ ഈ പൂച്ചകളുടെ ഒരു കാര്യം. ചോക്ക് വെച്ച് നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. അതിനുശേഷം പൈപ്പിംഗ് ഇതേ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ മുകൾ ഭാഗത്തേക്ക് ത്രെഡ് ഇരിക്കുന്ന രൂപത്തിലാണ് കുത്തി കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ചടിക്കും കേട്ടോ. ഇന്ന് വരാന്തയിലാണ് ഞാൻ വന്നിരിക്കണം. പുറത്ത് നല്ല കാറ്റാണ്. ഇന്ന് ഇത്തിരി പ്രകൃതിയൊക്കെ കണ്ടിട്ട് തയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വന്ന ഭാഗം ചെറുതായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് മറിച്ചടിക്കുക. അതെ, നമ്മുടെ ചെറിയൊരു പൈപ്പിംഗ് യോക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും.